മലയാളത്തിലെ ചില വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന നമ്മുടെ സീരീസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ തൈക്കാവിനെക്കുറിച്ച് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ വീണ്ടും ഊന്നി പറയുന്നു, തൈക്കാവ് എന്ന വാക്ക് പൂർണ്ണമായും മലയാളമല്ല. തക്കിയ എന്ന പേർഷ്യൻ വാക്കും കാവ് എന്ന മലയാളം വാക്കും കൂടിച്ചേർന്നതാണ്. തഖിയ എന്നാൽ പേർഷ്യനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമെന്നും വിശ്രമത്തിനുപയോഗിക്കുന്ന കുഷ്യൻ പോലത്തെ സപ്പോർട്ട് എന്നും അർത്ഥമുണ്ട്. കാവ് എന്നാൽ മലയാളത്തിൽ പരിപാവനമായ സ്ഥലമെന്നും. ആദ്യകാലങ്ങളിൽ സൂഫി വര്യന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഖബറിടത്തോട് ചേർന്ന പ്രാർത്ഥനാലയങ്ങൾക്കാണ് തക്യാവ് എന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് ഖബറിടങ്ങളില്ലാത്ത ചെറിയ പള്ളികളെയും തൈക്കാവ് എന്ന് വിളിക്കാൻ തുടങ്ങി. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്കുള്ള ജുമാ നിസ്കാരം നിർവഹിക്കാൻ 40 പേരാണ് വേണ്ടത്. അതിനാൽ ചെറിയ പള്ളിയായ തൈക്കാവുകളിൽ ജുമാ ഉണ്ടായിരിക്കുന്നതല്ല. എറണാകുളം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിലാണ് ഈ വാക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നത്. വടക്കൻ ജില്ലകളിൽ ഇത്തരം പള്ളികളെ സ്രാമ്പ്യ എന്നാണ് വിളിക്കുന്നത്. തൈക്കാവ് എന്ന വാക്ക് ഉപയോഗിക്കുന്ന ജില്ലകൾ കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ തെക്കൻ ജില്ലകളെല്ലാം തന്നെയുണ്ട്. എല്ലാ വാക്കുകളുടെയും ക്രെഡിറ്റ് അങ്ങനെ അറബികൾക്കും ഇംഗ്ലീഷുകാർക്കും കൊടുക്കരുതെന്നും അറിയാൻ പാടില്ലാത്ത കാര്യം പറയാൻ പോകരുതെന്നും ഉപദേശിച്ചവരുമുണ്ട്. നമ്മുടെ വീഡിയോ നിരീക്ഷിച്ചത് ഈ വാക്ക് വന്ന വഴിയായിരുന്നു. 250 വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലേക്ക് ചേർത്ത വാക്കാണ് തൈക്കാവ്. You heard it again on Thought Fox.